ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ്മാൻ്റെ പുതിയയിലേക്ക് വേണ്ടി സ്വാഗതം. കേസ് നമ്മൾ നേരായിട്ട് പോകുന്ന ഒരു റാൻഡം കസ്റ്റം പ്ലേ ആണ്. റാൻഡം കസ്റ്റം പ്ലേ അല്ല, ഒരു കസ്റ്റം മാച്ചാണ്. ഓപ്പണൻ്റായിട്ട് വന്നിരിക്കുന്നത് ഒരു റാൻഡം പ്ലെയറാണ് കേസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ M10 ലെവൽ 3 SKS നമ്മുടെ P90 ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡെസേർട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവനെ നമുക്ക് തീർത്ത് വിടാം കേസ്. ലെറ്റ്സ് ഗോ. സ്ലൈഡൊക്കെ ഉണ്ട്, നമുക്ക് സ്ലൈഡ് ചെയ്ത് പോകാം. അപ്പോൾ കേസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അവനെ കാണുന്നില്ലല്ലോ, എന്ത് ചെയ്താണ്ടേ എടാ ചെറുതായിട്ടൊന്ന് ചാടിപ്പോയി, എന്നാലും കുഴപ്പമില്ല, അടിക്കാം. നമുക്ക് ഗ്ലൂ വാൾ വെച്ചിട്ട് പരിയടിച്ചാൽ മതി കേസ്. അപ്പോൾ ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നതാണ്, നിങ്ങൾക്കറിയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ കാണും. അവന്താണ്ട് തോക്കും കൊണ്ടവിടെ നിൽപ്പുണ്ട്. ഗ്രനേഡ് എറിഞ്ഞ് നോക്കാം. കൊള്ളുമെന്ന് യാതൊരു ഉറപ്പുമില്ല, എങ്കിലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് എറിഞ്ഞു നോക്കാം. കൊണ്ടില്ല, ഞാനിപ്പോൾ ജസ്റ്റാണ് താഴത്തിട്ട് ചാടി ഇറങ്ങി. എൻ്റെ അവനവിടെ തന്നെ ഇപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ മോന് അതിൻ്റെ ഇടയ്ക്കൊരു ഹെഡ് ഷോട്ടും ഉണ്ടായിരുന്നു, എന്നാലും കിട്ടില്ല. നമ്മൾ ഇത് ചെയ്യാനാ, ഒന്നേ മുട്ട. ആദ്യത്തെ റൗണ്ട് നമ്മൾ വിജയകരമായി ജയിച്ചിരിക്കുന്നു. റിപ്പയർ കിറ്റൊക്കെ വാങ്ങിക്കൂട്ടി വെക്കാം. നമുക്കൊന്ന് പരീക്ഷണങ്ങൾ നടത്തിയാലോ? വെറുതെ എന്തിനാ ഒരു കണ്ണ് മാത്രം വെച്ച് കളിച്ചിട്ട് കാര്യമില്ലല്ലോ. P90 ഉണ്ടായിരുന്നേ ആ കണ്ണ് മാത്രം വെച്ചിട്ട് കളിക്കുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് MP40 വെച്ചൊന്ന് കളിച്ച് നോക്കാം. MP40ക്ക് എനിക്ക് എന്തോ നല്ല ഗൺ സ്കിന്നുണ്ട്. എടാ വേറെ ഗൺ സ്കിൻ ഉണ്ടായിരുന്നല്ലോ. എടാ ഞാൻ എന്തോ ഒരു ഇതിനായിട്ട് മാറ്റിയിട്ടതാണ്. മറ്റേ ഗൺ സ്കിൻ വെച്ച് കളിച്ചാൽ മതിയായിരുന്നു, ഒരു നല്ല ഗൺ സ്കിൻ ഉണ്ടായിരുന്നു. ഇതും അത്യാവശ്യം നല്ലതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, നമ്മുടെ കയ്യിൽ SKS ഉണ്ട്. SKSന് ഗൺ സ്കിന്നൊന്നും ഇല്ല, പക്ഷേ എനിക്ക് SKS വെച്ച് കളിക്കാനാണ് ഇഷ്ടം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അതാണ്ട് അവനവിടെ നിൽപ്പുണ്ട്. അവൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കെല്ലാം നിഗമനമാണ് കേസ്, എന്ത് ചെയ്യാനാ. കേസ് എല്ലാവരും എടോ 8, 9, 11 എന്തിയേ 11 കയറിയായിരുന്നു. അതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. നിൽപ്പില്ലേ, എനിക്കെന്തോ താഴത്തോട്ട് തുള്ളി ഇറങ്ങിയ പോലെ തോന്നുന്നു. എന്തായാലും താഴത്ത് നമുക്കൊന്ന് ഹെഡ് ഷോട്ടറാ. അത് കണ്ടാ കേസ്, നിങ്ങളൊന്നുകൂടെ റീപ്ലേ അടിച്ച് നോക്കുക. അത് കിട്ടിയില്ല. 105-60. ഇത് ചെയ്യാനാ, നമ്മളൊക്കെ പ്രോ ആയി പോയില്ലേ. ഹെഡ് ഷോട്ട് അങ്ങനെ ഉണ്ടെന്ന് റേറ്റ് ചെയ്യുക ഗൈസ്. 10 റേറ്റ് ചെയ്ത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മളൊരു പരീക്ഷണത്തിന് മുതിരുകയാണ്. AWM എനിക്കറിയത്തില്ല AWM കൊണ്ട് കളിക്കാൻ, എങ്കിലും നമ്മൾ ഏത് നോക്കുകയാണ്. അതുകൊണ്ട് ഗ്രനേഡൊക്കെ എറിഞ്ഞ്, ഗ്രനേഡല്ലല്ലോ ഇതെന്തോ ഫ്ലാഷ് ഫ്രീസ് അല്ലേ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നമ്മളിവിടെ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UID താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേരും UIDയും താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റിക്വസ്റ്റ് ഇടുന്നതായിരിക്കും. ഓക്കെ, റിക്വസ്റ്റ് ഇടുന്നതായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ UID കമൻറ്റ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ എൻ്റെ UID നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരാം. അപ്പോൾ സെറ്റ്. ഓക്കെ, എടാ 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 ബുദ്ധിമാനെ, അവൻ കളിക്കണണ്ട. പെർക്കിട്ട് ഞാൻ എടുത്തായിരുന്നു തോന്നുന്നു. എന്നാലും ഞാൻ ഒരെണ്ണം തിരിച്ചറിഞ്ഞ് നോക്കാം. അതൊന്നും ഇല്ലല്ലേ. താഴത്തെറിഞ്ഞ് നമുക്ക് നൈസായിട്ടൊരു മെഡിക്കിറ്റ് അങ്ങോട്ട് അടിക്കാം. എന്ത് ചെയ്യും, M10 വെച്ചിട്ടാണെന്ന് ഒന്ന് കുത്തിപ്പിടിക്കണം. എൻ്റെ ശൈലി തന്നെ അവൻ പിന്തുടരുകയാണ് ഗൈസ്. ഓക്കെ തന്നെ ഞാൻ ദിമിത്രി ഇട്ടിട്ടുണ്ട്. എണീക്കാൻ പറ്റുമോ? ഒന്നുകൂടെ എന്താ വെയിറ്റ് ചെയ്ത് കളിക്കുവാണോ? എടാ നടന്നില്ല. എന്തായാലും അവന് ഒരു റൗണ്ട് എടുത്തി, സീനില്ല കേസ്, നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതാണ്. അപ്പോൾ കേസ് നിങ്ങൾ സ്കോർ താഴെ പ്രഡിക്റ്റ് ചെയ്യും. ഞാൻ ജയിക്കുമോ അവൻ ജയിക്കുമോ നിങ്ങൾ താഴെ പ്രഡിക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ 7-1, 7-2, 7-3, 7-6 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുകൊണ്ട് SKSും MP40യും ആണ് നമ്മൾ പിന്നെ എടുത്തിരിക്കുന്നത്. നമ്മുടെ പഴയ ഗൺ കോമ്പിനേഷൻ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. റിപ്പയർ കിറ്റൊക്കെ പറ്റാവുന്ന അത്ര നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേസ്. ഓക്കെ, അതുകൊണ്ട് ഒരു ഡെസേർട്ട് ഈഗിളും എടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലൈഡ് ചെയ്ത് അവിടെ പോയി നിന്നിട്ട് അടിക്കാം. നമ്മുടെ വശത്തൂടെ തന്നെ ആയിരിക്കും മിക്കവാറും വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത. പറഞ്ഞു തരുന്നില്ല, അതേ വശത്തൂടെ തന്നെ വന്ന് ഒരു 51 കൊടുത്തിട്ടുണ്ട്.
ഒന്നുകൂടെ 2 ഗ്രനേഡ് എറിഞ്ഞ് നോക്കാം. ഏക്കോ ഇല്ലയെന്നറിയത്തില്ല. ഏറ്റില്ലെന്ന് തോന്നുന്നു. അവൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. ഒന്നുകൂടെ കുത്തിപ്പോടോ റോതു. എനിക്കിട്ട് തന്നെ ഉണ്ടല്ലോ. അവന് ഡാമേജ് പോയോ ആവോ. എന്തോ എടോ ഏതോ പ്രോ പ്ലെയർ ആണെന്ന് തോന്നുന്നു അപ്പുറത്തുള്ളത്. 8 MP40 ഇത് ചെയ്യാൻ റേഞ്ചില്ല ഈ സ്കിന്നിന്. ഇല്ലേ ഒരു 10. എടാ ഞാൻ തല തെറിച്ചു പോയടാ. എൻ്റെ പൊന്നോ അവൻ അടിച്ചതുണ്ടോ. SKS നമുക്കൊരു വേറെ ഒരു ഇതെടുത്ത് നോക്കാം. 2 SKS വെച്ച് കളിച്ച് നോക്കാം. കാര്യം അവൻ്റെ കയ്യിലുള്ളത് MP40യും M10 ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് വെച്ച് കളിക്കാം. ഇതൊരു റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. കാര്യം അവൻ്റെ ഗൺ കോമ്പിനേഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ്. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് കളിക്കാം. ഓക്കെ, എക്സമ്മേറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ലോങ് അടിക്കാൻ ഡെസേർട്ടും ഉണ്ട്. എല്ലാം ലോങ് റേഞ്ച് ഗണ്ണാണ്. പിന്നെ നമുക്ക് അടുത്ത് ചെല്ലാതെ ലോങ് നിന്ന് പതിയെ അടിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് അവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു അവൻ. ലോങ് അടിക്കാൻ കൊണ്ടില്ല. കാര്യം അവനെ ലോങ് അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ ലോങ് വരാൻ നേരം നമുക്ക് ലോങ് എന്നടിക്കാം. മാറി നിന്നടിക്കാം. അവനെന്തുവാ ചെയ്യുന്നത്? എൻ്റെ കയ്യിൽ എന്തോ ലോങ് ഗണ്ണ് ഉണ്ടെന്ന് തോന്നുന്നു. എക്സമേറ്റ് എങ്ങാണ്ടുണ്ടോ? അയ്യോ അടുത്തേന്നല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? എടോ അവനപ്പുറത്ത് നിന്നു. നമുക്ക് ഗ്ലൂ വാൾ വെച്ച് മാക്സിമം HP കയറ്റാം. ഒരു റിപ്പയർ കിറ്റ് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ത് മണ്ടത്തരാണ് കാട്ടുന്നേ. ഗ്രമയിൽ ചെന്ന് നോക്കാം. എവിടെ നിൽപ്പുണ്ടാവാൻ. അവൻ്റെ തല നോക്കി അടിക്കാൻ നോക്കാൻ നടന്നില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഇപ്പുറത്തെ വശത്തൂടെ നമുക്ക് ഇത്തിരി HP കയറ്റാം. ഗ്ലൂ വാളിട്ട് HP കയറ്റാം. പിന്നെ 2-3 എന്ത് ചെയ്യാൻ. അതേ ക്രാഫ്റ്റ് ലാൻഡ് ഇമോട്ടൊക്കെ ആണല്ലോ ഇടുന്നത്. ഇമോട്ടൊക്കെ ഇട്ട് തുടങ്ങി ചക്കൻ. എന്ത് ചെയ്യാനാ, നമ്മളോട് അവൻ്റെ കളി. അവനറിയത്തില്ല ഞാൻ ആരാണെന്ന്. കാണിച്ചു കൊടുക്കാം. ഡെസേർട്ടുകളും M10 ലെവൽ 3യും SKSും എടുത്തിട്ടുണ്ട്. വെസ്റ്റും എല്ലാം സെറ്റാണ്. ഗ്ലൂ വാൾ, റിപ്പയർ കിറ്റ്, മഷ്റൂം ഒന്നും മേടിക്കേണ്ട. കൈറോസ് ക്യാരക്ടറാണ് ഇട്ടേക്കുന്നത്. ഞാൻ BR റാങ്ക് സർവൈവൽ പുഷ് ചെയ്യാൻ നേരത്തെ എടുത്തിട്ട ക്യാരക്ടറാണ്. മാറ്റിയില്ലായിരുന്നു. വേറെ വല്ല ക്യാരക്ടർ ഇട്ട് കളിച്ചാൽ മതിയായിരുന്നു. മാത്രമല്ല ഇത് ഇവനിട്ട റൂമായതുകൊണ്ടാണ്. ഞാനിങ്ങനെ കസ്റ്റം മാച്ചൊക്കെ തപ്പി വന്നതാണ്. ഇവനിട്ട റൂമായതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ഏതാണ്ട് ഓടിക്കറി വന്നുണ്ടാവൻ. നമുക്കിവിടെ ഗ്ലൂ വാൾ ഇട്ട് വെക്കാം ഗൈസ്. വരണ്ട നീ വരണ്ട മുകളിലോട്ട്. ഇവിടെ ഒരു ഗ്ലൂ വാൾ ഇട്ട് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് നൈസായിട്ട് മോളിൽ കയറിയിരിക്കാം ഗൈസ്. മോളിൽ നിന്നിട്ട് അവനെ നമുക്ക് പെടുത്താം. അവൻ വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ദാണ്ടെ ഓടിപ്പോണ്. തല കിട്ടിയില്ലാടോ. അടിച്ചാൽ മതിയായിരുന്നു അത് വെച്ച്. നമുക്ക് 2 ഗ്രനേഡ് എറിഞ്ഞ് നോക്കാം. കൊള്ളുവാന്ന് നോക്കാം. കൊള്ളത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊണ്ടില്ല. ഇപ്പുറത്ത് വന്ന അവൻ. അതിൻ്റെ ഇടയ്ക്ക് അവൻ ആ സംഭവത്തിൻ്റെ ഇപ്പുറത്ത്. നിങ്ങളവനെ കണ്ട ഗൈസ്? അന്താണ്ടെ അവിടെ നിൽപ്പുണ്ട്. കണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അടിക്കാൻ പറ്റുന്നില്ലല്ലോ. അതാണ്ട് അവിടെ നിൽപ്പുണ്ട്. നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റേ ഡോറ ബുജിയിൽ ലാസ്റ്റ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമല്ലോ, അതേപോലെ ഒന്ന് ഓടണം. അതാണ്ട് അവിടെ ഇരിക്കണം. അത് കൊള്ളുമോയെന്ന് നോക്കാം. ഗ്രനേഡ് ചക്ക എൻ്റെ മോനേടാ. ഗ്രനേഡിന് കില്ലെടുത്തടാ. അയ്യേ മാറിക്കളഞ്ഞാൽ മതിയായിരുന്നു അവന്. എന്തായാലും നമ്മൾ കില്ലെടുത്തിട്ടുണ്ട് കേസ്. 3-3. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേസ്. നമ്മൾ റോഡ് ടു 6K സബ്സ്ക്രൈബേഴ്സാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വേറൊരാളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്നും മറക്കരുത്. ഓക്കെ, ഇനി ഒരു വീഡിയോ കാണാനും മറക്കരുത്. സെറ്റല്ലേ? ഓക്കെ, അവനിവിടെ കാണും. നമുക്ക് SKS വെച്ച് അടിച്ച ദാണ്ട് ലെവൽ 4 വെസ്റ്റ് എടുത്ത് അവൻ ലെവൽ 4 വെസ്റ്റ് എടുത്ത് ഒരു ഗ്രനേഡ് എറിഞ്ഞ്. അതും എനിക്ക് ഞാൻ എറിയണ ഗ്രനേഡെല്ലാം സോണിയ ദിമിത്രി ഇട്ടിട്ട് ഒന്നുമില്ല.
എന്ത് ചെയ്യാനാ? അതാണ്ടേ പിന്നെ ഏറ്റില്ല. ഓക്കെ ഗൈസ്, അവൻ ഇമോട്ട് ഇട്ട്, ഞാൻ നേരത്തെ ഇട്ട ഇമോട്ട് തന്നെ അവൻ എന്നെ തിരിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, നമ്മളെ ജയിക്കുള്ളൂ, നമ്മൾ ഇതെടുക്കും. ഓക്കെ, M1014 ലെവൽ 3, SKS വെസ്റ്റ് ലെവൽ 3, ഹെൽമെറ്റ് ലെവൽ 3, ഗ്രനേഡ്, ഗ്ലൂ വാർഡ്, ഫ്ലാഷ് ഫ്രീസ്, മഷ്റൂം, റിപ്പയർ കിറ്റ് എല്ലാം സെറ്റാണ് ഗൈസ്. അപ്പോൾ ഈ റൗണ്ട് നമ്മളവനെ പെടുത്തും, പെടുത്തുമെന്ന് ഷുവറാണ് ഗൈസ്. അവൻ പെട്ട്. അവൻ്റെ ഗ്രനേഡ് ഇപ്പോൾ ഇടുകയില്ല. ഓക്കെ, നമുക്ക് മോളിൽ കയറിയിട്ട് അവനോണ്ടൊന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് അടിക്കാം. സൂം ചെയ്തല്ല, സ്കോപ്പ്, പക്ഷേ സൂം വന്നേ വരികയുള്ളൂ. അതിലെന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇപ്പോൾ ഗൈസ് നിങ്ങളുടെ റാങ്ക് എന്താ കമൻറ്റ് ചെയ്യ്. അപ്പോൾ ഞാനിപ്പോൾ BRൽ മാസ്റ്റർ പുഷിങ് ആണ്, പക്ഷേ ഇപ്പോൾ ഞാൻ ലൈറ്റ് ഹീറോയ്ക്കാണ്. മറ്റേ ക്രോസ് മോഡ് ബോണസൊക്കെ വന്ന് ഇപ്പോൾ മൊത്തത്തിൽ കൊളാക്കിയിരിക്കുകയാണ്. എനിക്ക് ഞാൻ CS ഒന്നും കളിക്കാറില്ല. ഓക്കെ ഗൈസ്, മറ്റേ ഗണ്ണിൻ്റെ പേരെന്തുവായിരുന്നു? മറ്റേ 3 ബുള്ളറ്റുള്ള ഒരു എക്സ്, അത് കണ്ട എന്ത് ചെയ്യാന്. ഒരു കുത്തിപ്പിടി കണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കുത്തിപ്പിടി കണ്ണ് വെച്ച് നമുക്ക് കുത്തിപ്പിടിക്കാം. ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല, ഇതിൻ്റെ പേര് വായി വരത്തില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിനെനിക്ക് ഗൺ സ്കിന്നൊന്നും ഇല്ല. എന്തായാലും കുത്തിപ്പിടി കണ്ണാണ്, 3 ബുള്ളറ്റുള്ള കണ്ണ്. അപ്പോൾ കുത്തിപ്പിടി കണ്ണ് വെച്ച് നമ്മൾ അടിച്ചിട്ട് എന്തിയടാ. ഓക്കെ, നമുക്ക് ഇറങ്ങിക്കളിക്കാം. നമുക്ക് ഇറങ്ങിക്കളിക്കാം ഗൈസ്. എന്തിയവൻ അവിടെ ഇല്ല, അവിടെ പോയി കവറെടുത്ത് കളിക്കാം. ഓക്കെ, വീടിൻ്റെ അകത്ത് ഇരിക്കാം, ഇവിടെ ഇരിക്കാം, കവറെടുത്ത് കളിക്കാം ഗൈസ്. ഇതാണ്ടവൻ 2 കുത്തിപ്പിടിച്ച് പിന്നെ കുത്തിപ്പിടിക്കാൻ പറ്റിയില്ല. എറിഞ്ഞ് ഏക്കുമോ. കുത്തിപ്പിടിച്ച് എന്തായാലും ബെസ്റ്റ് ചത്ത്. എന്തായിരുന്നു M8087X. ഓക്കെ, നമ്മൾ M18 എന്ന് വിളിക്കാം. എല്ലാവരും M18 എന്നാണ് വിളിക്കുന്നത്, പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇത് വാങ്ങി വന്നില്ല. ഓക്കെ, M80 പറഞ്ഞു പിടിക്കാം. ഓക്കെ ഗൈസ്, ഡെസേർട്ടുകൾ എടുത്തിട്ടുണ്ടോ? നേരത്തെ എൻ്റെ കയ്യിൽ USB ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെസേർട്ടുകൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ റൗണ്ട് നമുക്ക് പിടിക്കാം. ഓക്കെ, ഏതാണ്ടേ ഗ്രനേഡൊക്കെ എറിഞ്ഞ് തീയാണ് നമ്മൾ. ഓക്കെ, എന്തിയേ എന്നാണ്ട് അവിടെ നിൽക്കണം. 38 പോയി, ഒരു 38 പോയിട്ടുണ്ട്. ഗൺ സ്കിൻ ഇല്ലാത്ത ഈ SKS വെച്ച് ഇത്രയൊക്കെ പോകണുള്ളൂ. വല്ല ഗൺ സ്കിൻ ഇല്ലല്ലോ അല്ലേ, എന്ത് ചെയ്യാൻ. എനിക്ക് വല്ല ഗൺ സ്കിന്നും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ നൂബല്ലേ, എന്ത് ചെയ്യാൻ. നിങ്ങളൊക്കെ പ്രോ പ്ലേയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് SKSന് ഗൺ സ്കിൻ ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ട് M80 2 കുത്തിപ്പിടി, പിന്നെ 2 കുത്തി. ഇവൻ എന്താണോ ചാവാത്തേ? ഇവന് മാത്രം ചാവലൊന്നും ഇല്ലേ? ഞാനെങ്ങാനും തന്നെ ഇപ്പോഴാണ്ടേ. ഇതെന്താടാ ഞാൻ സമ്മതിക്കത്തില്ലേ ഇവന് മറ്റേ വെസ്റ്റ്. അത് വേറെ റൗണ്ടിലായിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ടെന്തോരെ. എന്തായാലും ഇവനെന്താ ചാവാത്തേ? ഞാൻ എന്തോരം ഇത് M80 വെച്ചടിച്ച് എന്തോ എൻ്റെ കയ്യിൽ നല്ല ക്യാരക്ടർ വല്ലതും വെച്ചിട്ടായിരിക്കും കളിക്കണം. ഓക്കെ, നമ്മൾ ലൂട്ടെല്ലാം സെറ്റാക്കുവാണ്. M10 ലെവൽ 3 തന്നെ ആക്കുവാണ് ഗേസ്. എന്നിട്ട് SKS എടുക്കുവാണ്. ഞാൻ SKS എല്ലാ റൗണ്ടിലും എടുക്കുന്നുണ്ട്. P90 ഉണ്ടായിരുന്നു, ഇപ്പോൾ അവൻ്റെ തലടിച്ച് പരത്തായിരുന്നു നമുക്ക്. P90 ഇല്ലാണ്ടായിപ്പോയി, എന്ത് ചെയ്യാനാ. SKS വെച്ച് കൊത്തിപ്പിടിച്ചിട്ടാണേലും കില്ലെടുക്കാൻ നോക്കാം. ഓക്കെ, അവൻ 5 റൗണ്ട് എടുത്തു, അവന് 2 റൗണ്ടും കൂടെ മതി ജയിക്കാൻ. എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യാൻ. ലൂട്ടെടുക്കാൻ വരുന്നുണ്ട്. ഓക്കെ, എറിഞ്ഞു നോക്കാം. അറിയാടാ, പോയില്ലടാ. ഒന്നുകൂടെ എറിഞ്ഞു നോക്കാം. പിന്നെയും പോയില്ല. ഒരു കുത്ത് കൊടുത്ത് നോക്കാം, ഒരടി അടിക്കാൻ പറ്റുമോ? ഒരു ഗ്രനേഡും കൂടെ എറിഞ്ഞു നോക്കാം.
അവൻ പുറകിലോട്ട് ഇറങ്ങിയത് എനിക്കിട്ട് എറിയണം അല്ലേ? എനിക്കിട്ട് എറിയണം അവൻ. 38-56 അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവനവിടെ. എവിടെയാണ് ബ്രോ? M80 എടുത്തിട്ടുണ്ട് കേസ്. M80 എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അവൻ വരുവാണെന്നുണ്ടെങ്കിൽ അവൻ അടിച്ചിടാം. M80 വേണ്ട ഇതിലെ മണി നമുക്ക് ചെന്ന് നോക്കാം. ഇവിടെ അടച്ചിട്ടേക്കുന്നു. അവിടെ ഗ്ലൂവാൾ വെച്ചിട്ടുണ്ട്. നമ്മളെന്തിന് ഇവനെന്താ എടാ ഭയങ്കരൻ. ഭാഗ്യത്തിന് സോൺ അങ്ങോട്ട് പോകുന്നുണ്ടില്ലേ? ഞാൻ പെട്ടാനെ. ഭയങ്കരൻ എന്നെ അവിടെ വെച്ച് കണ്ടാവൻ. ഞാൻ എന്നെ സോണി വെച്ച് മൂടാൻ നോക്കിയതാ. മണ്ടാൻ അറിഞ്ഞില്ല ഇപ്പുറത്തോട്ടാണ് സോൺ പോണേന്ന്. അവനെ ഞാൻ മൂടിയിട്ട് ഇവിടെ ഇത് എന്നാണ് ഇവന് ഇനിയും മൂടിയത്? ചെറിയ സ്ഥലത്തൂടെ കയറി വരാൻ. അവനെനി ജയിക്കാൻ ഒരു റൗണ്ടും കൂടെ മതി. ഇത്രയും റൗണ്ട് കൊണ്ടുപോയി കളഞ്ഞു. 4-6. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരാണ് ജയിക്കാൻ പോണേന്ന്. എങ്കിലും ഒന്നുകൂടെ കണ്ടു നോക്ക് ഗൈസ്. ക്ലൈമാക്സിലൊരു ട്വിസ്റ്റ് ഉണ്ടില്ല. അവങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ കാണും, ചിലപ്പോൾ ഇല്ല. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ട്വിസ്റ്റ് ഉണ്ടാവില്ലയോ ഒന്ന്. ട്വിസ്റ്റ് ഇല്ല. ഓക്കെ ഞാൻ പറയുന്നില്ല. ഓക്കെ സെറ്റ്. ട്വിസ്റ്റ് ഉണ്ട്, ട്വിസ്റ്റ് ഇല്ല. ഗ്രനേഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേസ്. എങ്കിലും അവനെന്ത് ചെയ്യും? താണ്ടെ അവിടെ നിൽപ്പുണ്ട്. തലടിച്ച് വിളിക്കാം. ഏറ്റില്ല. M80 എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നിമിഷങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ഡെഡ് ബോഡി കിടക്കണ കിടപ്പ് കണ്ടാ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.